റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷം കൃഷ്ണ? സുഖമായിട്ടിരിക്കുന്നോ? ശരി കൃഷ്ണ, എന്ത് ചെയ്യണു ഇപ്പൊ? എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്ന? കോളേജ്? ഞാനിപ്പോൾ 12th പഠിക്കുന്നത്. അതിന്റെ കൂടെ പാട്ട്. കൃഷ്ണ ഒരു സിംഗറാണ് കേട്ടോ. അതായത് വളരെ മനോഹരമായിട്ട് പാട്ട് പാടുന്നു. എനിക്ക് തോന്നുന്നു ഒരുപാട് സിനിമയിലും സ്റ്റേജിലും ഒക്കെ സിനിമകളിൽ പാടി വരുന്നു അല്ലേ? ഞാൻ ഒരു ഫിലിമിൽ പാടി. അതെ, ആ വിശേഷം പറയൂ. ഹിന്ദി ഫിലിമാണ്. ഹിന്ദി ഫിലിം അച്ഛൻ ചട്ടൻ എന്ന് പറഞ്ഞിട്ട് ശിവമണി സാറിന്റെ മൂവിയായിരുന്നു. അത് ലീഡ് പാടിയിരിക്കുന്നത് അമിതാഭ് ബച്ചൻ സാറാണ്. കൂടെ പാടിയത് ഞാൻ. അതൊരു അടിപൊളി ന്യൂസ് ആണ്. അമൃത ടിവിയിലൂടെ ആണെന്ന് തോന്നുന്നു അല്ലെ? റിയാലിറ്റി ഷോയിലൂടെയാണ് ആദ്യമായിട്ട്. ഫസ്റ്റ് റിയാലിറ്റി ഷോ അമൃത ടിവിയിലാണ്, സൂപ്പർ സ്റ്റാർ ജൂനിയർ ആയിരുന്നു. ആ ഓഡീഷൻ ഓർമ്മകൾ എന്തെങ്കിലും ഇപ്പോ ഓർക്കുന്നുണ്ടോ? ഉണ്ട്. ഇവിടെ വന്നപ്പോ കുറെ വർഷത്തിന് ശേഷം ആക്ച്വലി തറവാട്ടിൽ വന്ന പോലെ. ആദ്യം ഓഡീഷൻ വന്നപ്പോഴത്തേനും പാടി വിധു പ്രതാപ് ചേട്ടനും സുജാത ആൻറ്റിയും കൃഷ്ണന്ദൻ സാറുമായിരുന്നു ജഡ്ജ്. പാടിയപ്പോൾ ആദ്യം ശരിയായില്ല എന്നൊക്കെ പറഞ്ഞ് വഴക്കൊക്കെ പറഞ്ഞ് തരത്തില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ പറഞ്ഞു വിട്ടു, ഔട്ടാണ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വിട്ടു. പിന്നെ വിളിച്ചിട്ട് ഞാൻ വിചാരിച്ചു ഇനി പറ്റിച്ചെന്ന് വിചാരിച്ചു. എന്നിട്ട് തിരിച്ചു വന്നപ്പോ മുട്ടായി തന്നു പറഞ്ഞു വിട്ടു. വീണ്ടും തിരിച്ചു വിളിച്ചപ്പം സെലക്ഷൻ തന്നു. അപ്പൊ ഞാൻ കുഞ്ഞല്ലേ, അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കിനി വേണ്ട, നിങ്ങളുടെ സെലക്ഷൻ എനിക്ക് വേണ്ട. പിന്നെ എനിക്ക് കിട്ടി. എങ്ങനെയാണ് ഇപ്പോ ഒരു പാട്ട് എന്ന് പറയുമ്പോൾ എങ്ങനെ കൊണ്ടുപോകാനാണ് ഇപ്പോ കൃഷ്ണയുടെ മനസ്സിൽ ആഗ്രഹം? പാട്ട് എന്തായാലും ലാസ്റ്റ് വരേക്കും ഞാൻ കൊണ്ടുപോകും. ഒരു പ്രൊഫഷൻ ആയിട്ട് തന്നെ എടുക്കാൻ ആഗ്രഹം. എങ്ങനെയായിരുന്നു ഹിന്ദി പാട്ടില് പാടാൻ വിളിച്ചപ്പോൾ ഉള്ളൊരു റെക്കോർഡിംഗ് എക്സ്പീരിയൻസ്? ആക്ച്വലി വിളിച്ചപ്പോൾ റെക്കോർഡിങ്ങിന് വിളിച്ചു. ഒരു പാട്ട് അത്രേ പറഞ്ഞുള്ളൂ. അവിടെ ചെന്നപ്പോൾ അവര് ലിറിക്സ് ഒക്കെ തന്നപ്പോൾ ഹിന്ദി. അപ്പം ഭയങ്കര ഡൗട്ടായിരുന്നു, എന്താ സംഭവം എന്നൊന്നും മനസ്സിലായില്ല. അപ്പം ശിവമണി സാറിന്റെ പാട്ടാണ് അത്രമാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ഇങ്ങനെ ഫിലിമാണെന്ന് പോലും പറഞ്ഞില്ല. പിന്നെ അത് പാടിക്കഴിഞ്ഞ് പിന്നെ അതിനെക്കുറിച്ച് ഒരു അറിവില്ലായിരുന്നു. ഒരു ദിവസം വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു ഫിലിം ആ സോങ് ഉടനെ ഇറങ്ങും, ഇങ്ങനെ ഫുൾ പേരൊക്കെ ചോദിച്ചു. അപ്പം ഇങ്ങനെ വെയിറ്റിംഗ് ആയിരുന്നു. പക്ഷെ അപ്പോഴും ഈ അമിതാഭ് ബച്ചൻ സാർ ആണ് ലീഡ്, അതൊന്നും പറഞ്ഞിട്ടില്ല. അപ്പം ഞാനൊരു ദിവസം ഇന്ന് വരുമെന്നറിയാം, പക്ഷെ എങ്ങനെ ഏതെന്നൊന്നും അറിയില്ല. അപ്പം ഇൻസ്റ്റഗ്രാം നോക്കിയപ്പം ഞാൻ അമിതാഭ് ബച്ചൻ സാറിനെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം നോക്കിയപ്പം സാറ് പാടിയ പുതിയ പാട്ട് ഇറങ്ങിയെന്ന് പറഞ്ഞിട്ട് വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ പ്ലേ ചെയ്തപ്പോൾ ഇത് ഞാൻ പാടിയ പാട്ടല്ല എന്ന്. അപ്പോൾ ഞാൻ ഈ ബാക്കി കേട്ടപ്പോഴത്തേക്കും ഫ്രണ്ടിൽ ആദ്യം അമിതാഭ് ബച്ചൻ സാറ് പാടി, പിന്നെ ബാക്കി ഞാനൊക്കെ ഇങ്ങനെ പാടിയിരിക്കുന്നത്. അപ്പോൾ ആദ്യം ഭയങ്കര ഷോക്ക്ഡായിരുന്നു. പിന്നെ അദ്ദേഹമാണ് പാടിയെന്ന് അറിഞ്ഞപ്പോൾ ഉള്ളൊരു ഇത് ഭയങ്കര ഷോക്ക്ഡായിപ്പോൾ, ഇത്രയും വലിയൊരാള് പാടി എന്നൊക്കെ പറയുമ്പോൾ. എന്നെ പോലെ എല്ലാവരും ഷോക്ക്ഡായിരുന്നു, ഇങ്ങനെ അമിതാഭ് ബച്ചൻ സാറല്ലേ, അതുകൊണ്ട്. ഓക്കെ, അടിപൊളി. ഇനി നമുക്ക് അമ്മയെ കൂടി ഒന്ന് പരിചയപ്പെടാം. നമസ്കാരം, റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. നമസ്കാരം. അപ്പോൾ അമ്മയുടെ പേര് ആദ്യം തന്നെ പറയൂ. വീണ. മോളുടെ ഈ സിംഗിങ് കരിയറിനെ കുറിച്ചിട്ട് എന്താണ് ചേച്ചിക്ക് പറയാനുള്ളത്? സിംഗിങ് ഞാൻ പ്രാക്ടീസ് ചെയ്യണം അങ്ങനെ ഒന്നും നിർബന്ധിക്കേണ്ട കാര്യമൊന്നുമില്ല, എല്ലാം തനിയെ ആ ടൈം ആകുമ്പോഴത്തേക്ക് തന്നെ അത് ചെയ്തോളും. ഈ പാട്ടുകൾ സെലക്ട് ഇപ്പൊ ഏതെങ്കിലും കോമ്പറ്റീഷൻസിനൊക്കെ പോകുമ്പോ ചേച്ചി പറയാറുണ്ടോ ഇന്ന പാട്ട് പാടിയ നിന്റെ വോയിസിന് നന്നായിരിക്കും അങ്ങനെയൊക്കെ? ചേച്ചിയാണ് പറയുന്നത്. ഞാൻ പറയുന്ന മൈൻഡ് ചെയ്യാറില്ല, അമ്മ പറയണ്ട, ചേച്ചിയാണ് പറയുന്നത്. അങ്ങനെയാണ്.